സോയ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് 1 കിലോ നല്ല പച്ചക്കപ്പ കൊത്തി ചെറുതായി അരിഞ്ഞ് നന്നായി കഴുകി വാരി തിളപ്പിക്കാൻ വെക്കണം. അതൊരു 1/4 വേവാകുമ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് അത് ഊറ്റിയെടുത്ത് നമ്മളത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് സോയ ചങ്ക്സ് ഒരു 100-150 ഗ്രാമോളം നമ്മൾ നല്ല ചൂടുവെള്ളത്തിലൊന്ന് 10 മിനിറ്റ് ഇട്ട് ഉപ്പും കൂടെ ഇട്ട് കുതിർത്ത് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കണം. എന്നിട്ടത് 3-4 കഷ്ണങ്ങളായി മുറിച്ച് തണുത്ത വെള്ളത്തിൽ ഒരു 2 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തത്. പിന്നെ 1.5 കപ്പോളം ചോപ്ഡ് ഓണിയൻ ഇച്ചിരി വലുതായി തന്നെ അരിയാം. ഒരു 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് നെടുകെ പിളർന്നത്, കുറച്ച് കറിവേപ്പിലയും, തക്കാളി ഒരു 2 വലിയ തക്കാളി വലുതായി നീളത്തിൽ തന്നെ അരിഞ്ഞത് 2 എണ്ണം എടുക്കാം. ഒരു പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് നന്നായി തന്നെ എണ്ണ ഒഴിക്കാം. ഒരു 1/4 കപ്പോളം എണ്ണ ഒഴിക്കാം. എണ്ണ കൂടുന്നത് നല്ലതാണ്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിക്കണം. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ട് അധികം കളർ മാറണ്ട, ഒന്ന് വഴറ്റിയ ഉടനെ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയെല്ലാം അതിലിട്ട് വഴറ്റാം. സവാളയുടെ കളർ മാറണ്ട, അങ്ങനെ നന്നായി ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. നല്ല തീയിൽ തന്നെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. തക്കാളി മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതിലിട്ട് അതുപോലെ തന്നെ ഒരു വറുത്തെടുക്കുന്ന പോലെ പൊടിഞ്ഞു പോകാതെ എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും നമുക്ക് ചേർക്കാം. ഉപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കപ്പയ്ക്കകത്തിട്ടു, ഇവിടെ ഇട്ടു. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് അവസാനം ആവശ്യത്തിന് മാത്രമേ ഉപ്പിടാവുള്ളൂ. പച്ചമുളകും നമ്മളിതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി കറിവേപ്പില ഇടാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില നന്നായി തന്നെ ഇടാം. മല്ലിയിലയുടെ മണവും നല്ല ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരും. ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായി മൂത്ത മണം വരുന്നവരെ കുറച്ച് നേരം ഒന്ന് ഇളക്കണം. മഞ്ഞൾപ്പൊടി മൂത്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. അത് നന്നായി ഒന്ന് മൂപ്പിക്കണം. അതിനുശേഷം 1 സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. ഇത് സോയ ചങ്ക്സ് ആയതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നതാണ് കൂടുതൽ രുചികരം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകും കുരുമുളകും പിന്നീട് കുറച്ച് ഗരം മസാലയും മാത്രമാണ് ചേർക്കുന്നത്. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇതൊന്ന് തിളയ്ക്കാൻ വിടണം. തിളച്ച ഉടനെ നമ്മൾ ആ സോയ ചങ്ക്സ് എല്ലാം കൂടെ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളത് അടച്ച് വേവിക്കാൻ വെക്കണം. ഇതിലും കുറച്ച് ആവശ്യമെങ്കിൽ സോയ ചങ്ക്സിലേക്ക് അല്പം ഉപ്പ് ഇടാവുന്നതാണ്. നന്നായി ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കണം. സോയ ചങ്ക്സ് വേഗം വേകുന്നതാണ്. ഇപ്പോൾ ഈ വെള്ളമെല്ലാം വറ്റി നല്ല ഉതിർന്ന് സോയ ചങ്ക്സ് ഇരിപ്പുണ്ട്. അതിലേക്ക്
ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായി എല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇങ്ങനെ കൂട്ടി എല്ലാം ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി വന്ന് അതെല്ലാം ഒന്ന് ആ ടേസ്റ്റ് എല്ലാം കപ്പയിൽ ഒന്ന് പിടിക്കുന്നത് പോലെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ വെള്ളമൊന്നുമില്ല, എല്ലാം നല്ല മിക്സായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് വേറെ ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മല്ലിയിലയും ഇതിലേക്ക് മിക്സ് ചെയ്താൽ പച്ച സവാളയുടെ ആ ഒരു ടേസ്റ്റ് കൂടെ നമുക്കിതിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ സോയ കപ്പ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പി ഇത് ഇപ്പോൾ സെർവിങ്ങിന് റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.